ഹലോ ഗൈസ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു MBC. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ പരിപാടി എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും കൂടെ കന്യാകുമാരിയിലോട്ട് ഒരു യാത്ര പോവുകയാണ്. ഇത് നമ്മുടെ കടയ്ക്കാവൂർ സ്റ്റേഷനാണ്. ഇതാണ് നമ്മുടെ കടയ്ക്കാവൂർ സ്റ്റേഷനിലെ ബോർഡ്. അപ്പം നമ്മളിതൊരു ട്രാൻസിഷൻ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ സൂം ചെയ്ത് പോയി എടുത്തതാണ്. ഇതും നമ്മളൊരു ട്രാൻസിഷൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. നമ്മളെല്ലാവരും കൂടെ ബാഗിലോട്ട് എത്തി നോക്കുന്നു. കന്യാകുമാരി എത്തുമ്പോഴത്തേനും ബാഗ് വീണ്ടും തുറക്കുന്നു. വീണ്ടും എല്ലാവരും വന്ന് അതിൽ നിന്ന് പുറത്തോട്ട് നോക്കുന്നത് പോലെയൊക്കെ എടുക്കുന്നു. അതൊക്കെ ആയിരുന്നു ഒരു പ്ലാന്. പക്ഷെ ഒന്നും നടന്നില്ല. പതിയെ നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ട്രെയിൻ വന്നു. ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടും നമ്മൾ വിടുന്നില്ല. നമ്മുടെ റീൽസ് ഇടാനുള്ള വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോമഡി വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഏതനും അവിടെ അവരുടേതായ ലോകത്ത് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ഞങ്ങളുടെ കോപ്രായങ്ങളും ഒക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്യാമറാമാൻ ഏതൻ വീഡിയോ എടുക്കും, ഇടയ്ക്ക് സമയമായിട്ട് കളിക്കും, ഞങ്ങളുടെ വഴക്ക് കേൾക്കും. അങ്ങനെയൊക്കെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കന്യാകുമാരിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാനൊരു ട്രാൻസിഷൻ വീഡിയോയ്ക്കായിട്ട് എടുത്തതെന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ കന്യാകുമാരി സ്റ്റേഷൻ. ഞാൻ ആദ്യമായിട്ടാണ് കന്യാകുമാരി സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് കന്യാകുമാരി പോകുന്നത്. ഇതിനു മുമ്പ് ഞങ്ങളൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, എപ്പോഴും സ്കൂളിൽ പഠിച്ചിട്ടിരുന്ന ടൈമിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു അടിപൊളി ടൂറായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കൊരു ഫുൾ ഫ്രീഡം കിട്ടിയണൊക്കെ. എനിക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ടൂറുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂർ അതായിരുന്നു എന്ന് വേണം പറയാൻ നമുക്ക്. കാരണം ഇത് കണക്ക് നമ്മളെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോ, അവിടെ പോയിക്കോ ഇവിടെ പോയിക്കോ, കറക്റ്റ് ടൈമിൽ നിങ്ങൾ സ്കൂൾ ബസ്സിൽ വന്ന് കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഫ്രീഡം തന്നിട്ടുള്ളൊരു ടൂറായിരുന്നു കന്യാകുമാരി ടൂറ്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ പോയി കഴിച്ചു. സത്യം പറയല്ല, നമ്മൾ ഈ കുഞ്ഞു ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ വലിയ ഹോട്ടലൊക്കെ കയറി കഴിക്കുമ്പോഴത്തേനും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മൾ ആ കുഞ്ഞു ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയോ സ്പിഗട്ടി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും അധികം കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയും കുറവായിരുന്നു. പിന്നെ നമ്മൾ നേരെ കന്യാകുമാരി കടപ്പുറത്തോട്ട് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. ഒന്നും വാങ്ങാൻ നിന്നില്ല. നമുക്ക് ഇതൊക്കെ വാങ്ങിയാലും നമുക്ക് വെക്കാനോ അങ്ങനെയൊന്നും വലിയ സ്ഥലമില്ല. അതുകൊണ്ട് ഒന്നും വാങ്ങാൻ നിന്നില്ല. അതിൻ്റെയൊക്കെ സൗന്ദര്യം ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേനും ഇതൊക്കെ വാങ്ങാനായിട്ട് ഇഷ്ടപ്പെട്ടാലോ നിങ്ങളുടെ കയ്യിൽ എന്ന് വെച്ചാൽ വാങ്ങിച്ച് നിങ്ങൾക്ക് വീട്ടിലൊക്കെ വെക്കാൻ ഇഷ്ടമാണെങ്കിലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതാണ്. അതൊക്കെ ഇടാതൊക്കെ പൊട്ടിക്കല്ലേ. അങ്ങനെ നമ്മൾ പതിയെ കന്യാകുമാരിയുടെ തെരുവുകളിലൂടെ പതിയെ എല്ലാം ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ്. നിങ്ങൾക്കും അതിനോടൊപ്പം എല്ലാം കാണിച്ചിട്ട് തരികയാണ്. പിന്നെ നമ്മൾ അടുത്ത് പോയത് ബോട്ടിങ്ങിനാണ്. അതിനു മുമ്പ് ഇവിടെ ഈ സൈഡിലിരിക്കുന്ന പേരയ്ക്ക, മാങ്ങ അതൊക്കെ ഒന്ന് വാങ്ങാനായിട്ട് നോക്കിയപ്പോഴത്തേനും അതിനും നല്ല റേറ്റാണ്. ഒരു മാങ്ങയ്ക്ക് 60, ഒരു പേരയ്ക്ക് 50, അത്രയും രൂപയൊക്കെ നമുക്ക് കൊടുക്കണം വാങ്ങാനാണെങ്കിലും. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി. സാധാ ടിക്കറ്റ് 100, അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് കയറണം എന്നുണ്ടെങ്കിൽ 300 രൂപയും ടിക്കറ്റ് കൊടുത്ത് കയറണം. ഈ നമ്മൾ 100 രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നതിനേക്കാളും ഞാൻ പറയുന്നത് 300 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കയറുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം 100 രൂപയുടെ ടിക്കറ്റിന് നമ്മൾ ക്യൂ നിന്ന് നമുക്ക് രാത്രിയാകുമെന്ന് വേണം പറയാനായിട്ട്. 300 രൂപയുടെ ടിക്കറ്റിനും നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് മറ്റേതിനേക്കാളും കുറച്ച് പെട്ടെന്ന് കയറാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന്
ബോട്ടിൽ കയറി. നമ്മൾ ഇതിന് മുമ്പ് വള്ളത്തിലോ കടലിലോ ഒന്നും പോയിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ചെറിയൊരു പേടി കാണും. കാരണം എനിക്ക് ബോട്ട് അത്ര സേഫായിട്ടൊന്നും തോന്നിയില്ല. കുറച്ച് ദ്രവിച്ച ബോട്ടൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ലൈഫ് ജാക്കറ്റിനാണെങ്കിലും അതിൻ്റെ ഈ ബെൽറ്റ് ഇടാനുള്ള സംഭവങ്ങളൊന്നുമില്ല. കൊച്ചുങ്ങൾക്കും അവരധികം ലൈഫ് ജാക്കറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ പതിയെ ബോട്ടിലൊക്കെ ഇരുന്ന് കടലൊക്കെ ആസ്വദിച്ച് നേരെ വിവേകാനന്ദ പാറയിൽ വന്നിറങ്ങി. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെയും ഒരു 30 രൂപ ടിക്കറ്റ് എടുക്കാനായിട്ട് അവർ നമ്മളെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വിവേകാനന്ദ പാറയിൽ കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു 30 രൂപ ടിക്കറ്റ് എടുത്താലേ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി നമ്മൾ 300 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാൾക്ക് 300 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ് എടുത്താലേ നമുക്ക് ഈ പാറയുടെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ അവർ 30 രൂപ ഫീസ് വെച്ചത് എനിക്ക് തോന്നുന്നു ഇനി പുതിയതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെയൊക്കെ കോസ്റ്റ്യൂം കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നേരെ കപ്പലിൽ പോയി അവർ ആ പാറയിൽ കൊണ്ടിറക്കി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് പുതിയതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം അതിലൂടെ നമ്മൾ നടക്കാനായിട്ട്. ഏതനിരുന്നത് പോലെ നമ്മൾ ആ മുട്ടുകൊണ്ട് ഇഴയുകയോ ചാടുകയോ ഒന്നും നമ്മൾ അതിൽ ചെയ്യരുത്. എന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ പോലെ നമ്മളതിൽ ജസ്റ്റ് ഇങ്ങനെ നടന്നു കാണുക എന്നതേ ഉള്ളൂ. നമ്മൾ ഈ വെയിലടിക്കുന്നത് കൊണ്ട് ഈ കടലിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടും പ്രത്യേകിച്ചൊരു ഫീലൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ ഈ ഉച്ച ടൈമിന് പോയത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കടലാണ് എന്നൊന്നും ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ പൊന്നോ, ഇതാണ് അപ്പം ഞങ്ങൾ കടയ്ക്കാവൂർ സ്റ്റേഷനിൽ വെച്ച് പ്ലാൻ ചെയ്ത ഒരു ട്രാൻസിഷൻ വീഡിയോ. അതിൻ്റെ ബാക്കി നമ്മൾ ഇവിടെ നമ്മളെ കന്യാകുമാരിയിൽ എത്തിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പ്രതിമ ഫുള്ളും എന്ന് വെച്ചാൽ നമ്മൾ അതിന് ഫുള്ളും വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് നമുക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഉയരമായിരുന്നു ആ പ്രതിമയ്ക്ക്. ഇത് കണ്ട, ഇത് ആളുടെ ഒരു കാലിലെ വിരൽ മാത്രമാണ് നമ്മൾ നേരത്തെ ഈ താഴെ കണ്ടത്. ഒരു വിരൽ മാത്രമാണ്, അത്രയും പൊക്കമാണ്. നമ്മൾ ഒരു ഫോട്ടോയിലോ നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെയല്ല നമ്മൾ നേരിട്ട് പോയി കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമുക്കിതുപോലെ കടൽ കാണാനോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ കന്യാകുമാരിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു ഡേ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നന്നായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പോയി ചുറ്റി കറങ്ങി വരാവുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതിനിടയ്ക്ക് ഞങ്ങൾ വേറെയും ഒരു വാക്സ് മ്യൂസിയത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി. പിന്നെ നമുക്ക് പോകാനുള്ള ട്രെയിനൊക്കെ വന്നു. നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നു. ഞങ്ങൾ നേരെ കൊല്ലത്താണ് പോയി ഇറങ്ങിയത്. നമുക്ക് കൊല്ലത്ത് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കൊല്ലത്ത് പോയി ഇറങ്ങി. പിന്നെ ട്രെയിൻ ഇരിക്കുമ്പോൾ ഇതുപോലെ ബാലരമയൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളത് എത്ര പേരുണ്ട്? ഞാൻ ഇതുപോലൊരു സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോഴത്തേനും കുറച്ച് പേര് കളിയൊക്കെയായിരുന്നു, ഈ പ്രായത്തിൽ ബാലരമയാണോ വായിക്കുന്നത്? പക്ഷേ എനിക്ക് ബാലരമയൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊന്ന് ചെറുപ്പമാക്കി വയ്ക്കും ഈ ബാലരമയൊക്കെ വായിക്കുമ്പോഴത്തേനും. അതിലെ കോമഡിയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ബാലരമ വായിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.